കൊല്ലം ചവറയിലാണ് ഇപ്പോൾ നടുക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. മുത്തശ്ശിയുടെ കഴുത്തറുത്ത് കൊന്ന് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ച ചെറുമകൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നതേ ഉള്ളൂ. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കട്ടിലിനടിയിൽ ആ ചാക്കിൽ കെട്ടിവെച്ചു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കമുള്ളവർ നൽകിയിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. ഈ പ്രദേശവാസികളുടെ മൊഴിയടക്കം ഇപ്പോൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ശേഖരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് അവിടുത്തെ വാർഡ് മെമ്പറെ കൂടി ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയും. നമ്മുടെ PCL വിവരം ഒരുപക്ഷെ വാർഡ് മെമ്പറെ കൂടി കണക്ട് ചെയ്താൽ ആ വിവരം കൂടുതൽ മനസ്സിലാകും. ഇതിൽ നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഷഹനാസിൽ നിന്ന് മൊഴിയെടുക്കുന്നതിന് വലിയ ഒരു തടസ്സം ഇപ്പോൾ ഉണ്ട്. ആ കാര്യങ്ങൾ ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മൊഴി എത്രത്തോളം കൃത്യമാകും എന്നുള്ളതിനനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. നിലവിൽ പോലീസിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യം, പോലീസിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം അത് ലഭിക്കുന്നതിന് ചില വിവരങ്ങൾ ലഭിക്കുന്നത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്നാലും പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ച് ഇതിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇയാൾ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ പ്രതി ഷഹനാസ് ലഹരിക്ക് അടിമയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ചവറ പോലീസ് ഇപ്പോൾ ഷഹനാസിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് കൂടി അറിയുന്നു. ലഹരിക്ക് അടിമയായതുകൊണ്ട് തന്നെ കൃത്യമായ വിവരശേഖരണം നടക്കാത്ത അവസ്ഥയുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ചവറയിൽ നിന്ന് ലഭ്യമാകുന്നത്. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, മറ്റു വിവരങ്ങൾ പറഞ്ഞോളൂ. ഉന്മേഷ്, ഇപ്പോൾ ഒടുവിൽ പോലീസ് ലഭിക്കുന്ന വിവരം, പോലീസ് ഇപ്പോൾ മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ മൃതദേഹത്തിൽ കഴുത്തിലാണ് ഇപ്പോൾ മുറിവേറ്റിരിക്കുന്നത്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ വെയിൻ കട്ടായതാണ് ഈ മരണത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസ് പറയുന്നത്.